വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. അപ്പം ഞാൻ ഇന്ന് സംശയം മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിന് ടിക്കറ്റ് കിട്ടിയില്ല. കാരണം ഞങ്ങളുടെ ഈ ഭാഗത്ത് അതിൻ്റെ ഫസ്റ്റ് ഷോയ്ക്ക് ആളില്ലാത്തത് കൊണ്ട് ആ സിനിമ പ്ലേ ചെയ്തില്ല അവർ. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ ഓടുന്ന മറ്റൊരു സിനിമ മാമൻ, തമിഴ് സിനിമ, സൂരി നായകനായി അഭിനയിച്ച മാമൻ മൂവി, അതിനെ ടിക്കറ്റ് ഉള്ളൂ പറഞ്ഞു. അങ്ങനെ അതിന് കയറി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ അടുത്ത് ഈ സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് 3 സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് സർക്കീട്ട്, ഒന്ന് പടക്കളം, അതേപോലെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണോ റിവ്യൂവിൽ പറഞ്ഞത് അതേപോലെയാണ് തിയേറ്ററിൽ സംഭവിച്ചതും. ആ സിനിമകളുടെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ റിവ്യൂവിൽ എന്താണോ പറഞ്ഞത് അതേപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ എനിക്ക് ആ സിനിമയിൽ എന്താണോ തോന്നുന്നത് അത് തന്നെയാണ് ഞാൻ അഭിപ്രായമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സിനിമ കാണുന്ന കാര്യത്തിലൊക്കെ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ ഈ ചാനലിലെ വീഡിയോകൾ കാണുമ്പോൾ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്. ഇനി മാമൻ മൂവിയിലേക്ക് കടക്കാം. അപ്പോൾ ഈ സിനിമയിൽ സ്വാസികയുണ്ട്. സ്വാസികയ്ക്ക് ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പ്രശ്നമൊക്കെ കാണിക്കുന്നുണ്ട്. ആ പ്രശ്നത്തിന് അവർ കാണിക്കുന്ന ആ ഒരു അഭിനയം അത് ഗംഭീരമായിരുന്നു. അവർക്ക് ആശുപത്രിയിൽ വെച്ചിട്ട് അവരുടെ ഒരു പ്രശ്നത്തിന്, അതെന്താന്ന് ഞാൻ പറയുന്നില്ല, കഥയിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അതിന് ഡോക്ടർ അവരുടെ അടുത്തൊരു കാര്യം വന്നിട്ട് ഒരു സന്തോഷം പറയുന്ന സമയത്ത് അവർ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലുള്ള ഒരു സ്ത്രീക്ക് ആ ഒരു അവസ്ഥകളെ എത്രത്തോളം പുറത്തേക്ക് കാണിക്കണമോ അത് നന്നായിട്ട് സ്വാസിക ആ സമയത്ത്, അതായത് ആ സിനിമയുടെ തുടക്കത്തിലുള്ള കുറച്ച് സമയത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വാസികയുടെ റെട്രോ മൂവിയിലെ കഥാപാത്രം, എനിക്ക് ആ റെട്രോ മൂവിയിൽ ആകെ നന്നായി എന്ന് തോന്നിയ ഒരേ ഒരു റിയലായി തോന്നിയ ഒരു കഥാപാത്രം സ്വാസികയുടെ ആയിരുന്നു. ഞാൻ റെട്രോ മൂവി ചെയ്യുമ്പോൾ സ്വാസികയുടെ കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. അതേപോലെ തന്നെ തമിഴിൽ ലബ്ബർ പന്ത് എന്നൊരു സിനിമ വന്നിരുന്നു. അതിലും സ്വാസികയ്ക്ക് ശക്തമായൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അവർ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്വാസികയ്ക്ക് മലയാളത്തിനെക്കായാലും തമിഴിലാണ് നല്ല കഥാപാത്രങ്ങൾ അവർ ചെയ്യുന്നതെന്ന് പറയാം. നല്ലൊരു മൂവിയാണ് ഈ ലബ്ബർ പന്തും, അതേപോലെ റെട്രോ, അതേപോലെ മാമൻ മൂവി. ഈ 3ലും സ്വാസികയുടെ സംഭവങ്ങൾ ഉഷാറായിരുന്നു. അതേസമയം മലയാളത്തിൽ രണ്ടാം യാമം എന്നൊരു സിനിമയിൽ മുഴുനീള കഥാപാത്രമായി സ്വാസിക ഹീറോയിനായി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ കഥ എനിക്ക് ഇഷ്ടമേ ആയില്ല. ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാസിക ഇത്തരത്തിലുള്ള നല്ല കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുകയാണെങ്കിൽ അവരെ കൊണ്ട് മാക്സിമം അത് ചെയ്യാൻ പറ്റും എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ മാമൻ മൂവി. പിന്നെ ഇതിലെ ഹീറോ സൂരി ശരിക്ക് കോമഡി ആക്ടറായിട്ട് വന്ന ഒരാളാണ്, നടനാണ്. പക്ഷേ അങ്ങേരിപ്പോൾ ആരാ? ഹീറോ ആയിട്ട് സ്വഭാവ നടനായിട്ട് മിന്നുകയല്ലേ. ഈ സിനിമയിൽ സൂര്യയുടെ കഥാപാത്രത്തെ കക്ഷി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങേര് സ്വഭാവ നടൻ എന്ന നിലയ്ക്ക് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഐശ്വര്യലക്ഷ്മി, അവരുടെ കഥാപാത്രവും നന്നായി വന്നിട്ടുണ്ട്. രാജ്കിരണിൻ്റെ കഥാപാത്രം നന്നായി വന്നിട്ടുണ്ട്. വിജി ചന്ദ്രശേഖരുടെ കഥാപാത്രം നന്നായി വന്നിട്ടുണ്ട്. ഇവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ഓക്കെയാണ്. പക്ഷേ സിനിമ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ഇനിയേ പറയാൻ പോകുന്നുള്ളൂ. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നതും ഡയറക്ഷൻ ചെയ്തിരിക്കുന്നതും പ്രശാന്ത് പാണ്ഡ്യരാജാണ്. കക്ഷി ഡയറക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിലെ കഥാപാത്രങ്ങളൊക്കെ നന്നായി അഭിനയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ കഥയോ ഒരു ഊള കഥ എഴുതി വച്ചിരിക്കുന്നു. ഇതിൽ ഇൻബ എന്നാണ് സൂര്യയുടെ കഥാപാത്രത്തിൻ്റെ പേര്. അതേപോലെ ലഡ്ഡു എന്നൊരു ചെറിയ പയ്യൻ കഥാപാത്രവും ഉണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധത്തെ പറയുന്ന ഒരു സിനിമയാണ് മാമൻ. പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധം ലോകത്ത് എവിടെയും ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ല. അതുപോലത്തെ ഒരു കഥ എഴുതി വെച്ചിരിക്കുന്നു. എന്ത് കഥയാണ് ഇത്? ഊളക്കഥ. കാരണം ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ, ഈ ലഡ്ഡു എന്ന കഥാപാത്രം ചെയ്യുന്ന കാര്യങ്ങൾക്ക് മഹാവെറുപ്പിക്കൽസാണ് ഇടവേള വരെയും ഇടവേള കഴിഞ്ഞിട്ടും. ഈ സിനിമയുടെ ക്ലൈമാക്സ് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെയും വെറുപ്പിക്കൽസിൻ്റെ പൂരമാണ് ഈ സിനിമ.
അതൊരു സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് ഇവർ അങ്ങോട്ട് വല്ലാതെ പൊക്കി മേലെ കൊണ്ടുപോകാൻ കഴിയും എന്ന് കരുതിയിട്ടാണ് പ്രശാന്ത് പാണ്ഡ്യരാജ് ഇങ്ങനെ ഒരു കഥ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അത് വർക്കൗട്ട് ആയില്ല. എനിക്ക് ഈ സിനിമ സത്യം പറഞ്ഞാൽ കഥ കൊണ്ട് ഇഷ്ടമേ ആയില്ല. ആ രീതിയിലാണ് എഴുതി വെച്ചത്. കഥ കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ലഡ്ഡുവും ഇൻബയും ആ കഥാപാത്രങ്ങളുടെ ആ കാര്യങ്ങളെ കൊണ്ട് എനിക്ക് ഈ സിനിമ സത്യത്തിൽ ഇഷ്ടമേ ആയില്ല. പക്ഷേ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ലഡ്ഡു കഥാപാത്രത്തിനോട് ഇൻബയ്ക്ക് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം, അല്ലെങ്കിൽ സ്വാസികയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം, അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഈ ലഡ്ഡുവിൻ്റെ അച്ഛനുമൊക്കെ ആ അവനിൽ നിന്ന് അതിനെ പിന്തിരിപ്പിച്ചും അങ്ങനെയൊക്കെ ചെയ്ത് അത് ശരിയാക്കാം. അത്രയേ ഉള്ളൂ. അതിനെ കൊണ്ടുപോയിട്ട് ഒരു ഭയങ്കര സംഭവമായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് നമ്മൾ തിയേറ്ററിൽ കാശും കൊടുത്ത് കുത്തിയിരിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടത്തരം കാണാനാണ് ഇരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയും വന്നു. ഇടവേള വരെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും വിചാരിച്ചു, ഒന്നും സംഭവിക്കുന്നില്ല. വെറുപ്പിക്കൽസിൻ്റെ പൂരം. ഈ രണ്ട് കഥാപാത്രങ്ങൾ കൊണ്ട് തന്നെ സിനിമ മൊത്തം കുളമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇടവേളയ്ക്ക് ശേഷം അവിടുന്ന് അങ്ങോട്ടും ഇതേപോലെ പോയിട്ട്, പക്ഷേ ഇതിൽ ഒരു കാര്യം പറയാം കേട്ടോ, ഇതിൽ സിംഗരായ അയ്യ ആൻഡ് പവൻ ഇവർ രണ്ടുപേരും, അത് രാജ് കിരണും വിജി ചന്ദ്രശേഖരുമാണ് അഭിനയിച്ചിരിക്കുന്നത്. അവരുടെ കഥാപാത്രങ്ങളിൽ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ റിയലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് അങ്ങനെയല്ല, ശരിക്കും ഇങ്ങനെയാണ് എന്ന് ആ രണ്ട് കഥാപാത്രങ്ങൾക്കിടയിൽ ഇവർ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഉള്ളിൽ എന്താ പറയുക, പഞ്ച് ചെയ്യുന്ന പോലെയുണ്ട്, ഹാർട്ടിൽ പഞ്ച് ചെയ്യുന്ന പോലത്തെ ഒരു കഥാപാത്രങ്ങളാണ് ഇവർ രണ്ടുപേരും. അത് നന്നായിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേർക്കിടയിലുള്ള കാര്യങ്ങളെ തന്നെ ഈ സിനിമ മുഴുനീള ഒരു കഥയായിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം അത് നന്നായിരുന്നു. പക്ഷേ ഇവർ മെയിൻ മാറ്ററായിട്ട് എടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ചിരി വരും. ഇങ്ങനെ ലോകത്ത് എവിടെയും സംഭവിക്കില്ല. പിന്നെ അതേപോലെ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഈ രാജ് കിരണും വിജയ് ചന്ദ്രശേഖറിൻ്റെ കാര്യങ്ങൾ വളരെ നന്നായി വന്നു. അതിനുശേഷം നമ്മുടെ മാമനായിട്ട് അഭിനയിച്ച സൂര്യയുടെ കഥാപാത്രം, ലഡ്ഡു കഥാപാത്രം, ഐശ്വര്യലക്ഷ്മിയുടെ കഥാപാത്രം, ഇതൊക്കെ സ്വാസികയുടെ കഥാപാത്രം, ഇതൊക്കെ അവസാനമായപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ കുറച്ച് നേരത്തിന് വേണ്ടി ഇത്രയും നേരം വെറുത്ത് തിയേറ്ററിൽ ഇരിക്കാൻ പറ്റുമോ? വെറും കാണിച്ചു കൂട്ടലായിട്ടാണ് ഈ സിനിമ മുന്നേറിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.